കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന പ്രദേശമാണ് എറണാകുളം ജില്ലയിലെ പാണിയേലി. വന്യമൃഗശല്യം ഈ നിലയിൽ തുടർന്നാൽ കൃഷി തന്നെ അവസാനിപ്പിക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ കർഷകർ. ഭയന്ന് വിറച്ചാണ് ഇവിടുത്തെ ജനങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഇത്രയും ദിവസം ഞങ്ങൾക്ക് പേടിയൊന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ ചേട്ടൻ പോയോടുകൂടി ഈ കുഴിമാളത്തിൻ്റെ അവിടെ വരെ മിനിങ്ങാന്ന് രാത്രി വന്ന് ഞങ്ങൾ ആന ചവിട്ടി ഇട്ട് പോയപ്പോൾ ഞങ്ങളുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കൃഷി പോയാൽ എനിക്ക് യാതൊരു വിഷമമില്ല. പക്ഷേ ഈ കുഴിമാളത്തിൽ കയറി ആന ഈ പ്രകാരം ശല്യം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇനി ചോദിക്കാനും പറയാനാണില്ല. ഈ പിള്ളേരൊക്കെ ഉള്ളൂ, ഇതേമാതിരിയുള്ള പിള്ളേരുള്ളൂ. കഴിഞ്ഞ ദിവസം ആന ഇറങ്ങിയപ്പോൾ ഈ കാണുന്ന ഇല്ലി അത് ചവിട്ടി മെതിച്ചാണ് വന്നത്. ഇതിൻ്റെ സമീപത്ത് തന്നെ പാണിയേലി LP സ്കൂളുണ്ട്. കുട്ടികൾ 4 വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ആ സ്കൂളും കടന്ന് ആ സ്കൂളിനോട് തൊട്ടു ചേർന്നുള്ള പ്രദേശത്തൂടെയാണ് ഒരു പുലർച്ചെ തന്നെ ഈ ആന കൂട്ടം എത്തി കൃഷി നശിപ്പിച്ചത്. നമുക്ക് തൊട്ടിപ്പുറത്തുള്ള ഈ വീട്ടിലോട്ടാണ് പോയത്. അവിടെ ഉഷ എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് താമസിക്കുന്നത്. ഭർത്താവ് മരിച്ചുപോയ വിധവയായിട്ടുള്ളൊരു സ്ത്രീയാണ്. അവർ കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും അവർക്കിടെ ഏറ്റവും വലിയ വിഷമം അവരുടെ ഭർത്താവിൻ്റെ കുഴിമാടത്തിന് സമീപത്ത് വരെ ഈ കാട്ടാനക്കൂട്ടം എത്തി. അതിന് സമീപത്ത് തന്നെ നമുക്ക് ആ പാടുകൾ കാണാം. ആന ഇവിടെ കയറി എല്ലാം നശിപ്പിച്ച് കളയും. ആന നേരത്തെ ഇങ്ങനെ തിന്നാറുണ്ടായില്ല. ഇപ്പം ഇടക്കാലം കൊണ്ട് പൈനാപ്പിൾ വരെ തിന്ന് നശിപ്പിച്ച് കളിയാണ്. ഈ കൂട്ടം കൂടി വരും. കൂട്ടം കൂടി വന്നാൽ ഇവിടെ ഓടിച്ചാലും ഓടിക്കില്ല. ആന ഇവിടെ പേടിപ്പിക്കുള്ളൂ. എവിടെയെങ്കിലും ഈ ലോണും എടുത്താലോ ഈ കൃഷി ചെയ്യുന്നത്. ഈ ചക്കിക്കാനും ഇപ്പം ഇതൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ എവിടെയിട്ട് കൂട്ടി കൂടും. ഇനിയൊരു കുറേ കാലം കഴിയുമ്പോഴേക്കും ഈ പൈനാപ്പിൾ തന്നെ നമ്മുടെ ഏരിയയിൽ ഉണ്ടാവില്ലാത്തൊരവസ്ഥയാണ്. വന്യമൃഗശല്യത്തിൽ ദുരിതമനുഭവിക്കുന്ന മറ്റൊരു നാട്. നമ്മളിപ്പോൾ ഉള്ളത് പെരുമ്പാവൂരിനടുത്ത് വേങ്ങൂർ പഞ്ചായത്തിലെ 3-ാം വാർഡിലാണ്. ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാം കൃഷിയെ ഉപജീവനമാർഗമാക്കി കണ്ട് ജീവിതം പുലർത്തുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. കാട്ടാന അടക്കമുള്ള മൃഗങ്ങളുടെ ശല്യങ്ങൾ മൂലം ഇവർക്ക് ആ ഒരു കൃഷി പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പരിഭവമാണ് ഇവിടുത്തെ ജനങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. കൃഷി നഷ്ടമാണ്. അത് കഴിഞ്ഞാൽ 8 രൂപ 9 രൂപ വിലയ്ക്ക് ഞങ്ങൾ പൈനാപ്പിൾ കൃഷി ചക്ക വെട്ടിയായിരുന്നു. അപ്പോൾ അതും തീരെ നഷ്ടം. അതിൻ്റെ കൂടെ നമുക്കും വന്യമൃഗം ആനയുടെ ശല്യം കൂടെ വരുമ്പോൾ തീരെ നഷ്ടമായി പോകും. ആന കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. അത് വന്ന് തിന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. വേനക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ശല്യം വരുന്നത്. തീറ്റയില്ലാതെ വരുമ്പോൾ ഇതിൻ്റെ ഓലയ്ക്ക് നല്ല മധുര കൂമ്പിനും. പിന്നെ 2 ഏക്കറൊക്കെ തീർക്കാൻ നിസ്സാര സമയം മതി. അവൻ ചവിട്ടിക്കൂട്ടി പിന്നെ നമുക്ക് ആ ഭാഗം നോക്കണ്ട. ഇന്ന് പോയാൽ നാളെ വരും. അവിടെ എടുത്തിട്ടുണ്ട് ഫോറസ്റ്റുകാർ. അവിടെ ഈ അത്യാവശ്യം നിൽക്കുകയാണ്. ആ അത്യാവശ്യം മറിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വരും. എനിക്ക് ഇഞ്ചി കൃഷിയാണ്. പന്നി ദിവസം വന്ന് മയിൽ വന്ന് തെരഞ്ഞെടുത്തിക്കളയും, പന്നിയും കുത്തിക്കളയും. കൃഷി അല്ലാണ്ട് വേറെ മാർഗമില്ലല്ലോ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആന ഈ പരിസരത്തോട്ട് എത്തി ആ മതിലിടിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് ആ കാണുന്നത്. ഫെൻസിങ് പോലുള്ള മാർഗങ്ങൾ അതിനുശേഷമാണ് ഭൂവുടമകൾ ചെയ്തത്. അതിൽ നിന്നുമാണ് അവർക്ക് ഒരു ചെറിയ ആശ്വാസം ഇപ്പോൾ ലഭിക്കുന്നത്. ഈ കൃഷി എടുത്താണ് ഞങ്ങളുടെ മുതലാളിയാണ്. പൈങ്ങോട്ടൂരുള്ളതാണ്. ആ മനുഷ്യൻ അവിടെ നിന്ന് വന്നാണ് ഞങ്ങൾക്ക് 10-12 പേർക്ക് പണി തരുന്നത്. വേറെ സ്ഥലത്ത് കൃഷി എടുത്തു. അന്നേരം പന്നിശല്യവും ആനശല്യമായിട്ട് അവിടെ നിന്ന് ഇട്ടിട്ട് പോരുക ചെയ്താൽ ഞങ്ങൾ. ഇപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ എടുത്തിട്ടുള്ളൂ. അത് കളഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ പാട് പോകും. ഇവിടത്തെ പോലെ തന്നെ തൃശ്ശൂരിലെയും പാലക്കാടിലെയും മലയോര മേഖലയിലെ ജനങ്ങളും വലിയ പ്രതിസന്ധിയാണ് വന്യജീവികൾ മൂലം നേരിടുന്നത്. 10 സെന്റ് മുതൽ ഉള്ള ഭൂമിയിൽ കൃഷി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അവർ പ്രധാനമായും ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് അവരുടെ ഒരു വരുമാന സ്രോതസ് എന്ന് പറയുന്നതും. പക്ഷേ അവർക്കാർക്കും ഇത്തരത്തിൽ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ആ കൃഷി അവർക്ക് ഒരു വിജയമാക്കി കൊണ്ടുമാറ്റാനുള്ള ഒരു സാഹചര്യം ഇല്ല. ഈ ഒരു ദുരവസ്ഥയിലാണ് ഇവിടുത്തെ പല കർഷകരും ഇവിടെ കഴിയുന്നത്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.